ഗുഡ് മോർണിംഗ് ഫ്യൂച്ചർ മാനേജേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ MBA ചേസർ. സോ നമ്മളെ സീരീസിൻ്റെ 9ാമത്തെ വീഡിയോ ആണ്. സോ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് നമ്പർ സിസ്റ്റമാണ്. നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് ടു അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പറയുന്നതാണ്, ബേസ് തൊട്ട് എല്ലാം. സോ നിങ്ങളിത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും കേട്ടല്ല ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയാലും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമുക്ക് ഫാക്ടേഴ്സിൻ്റെ തന്നെ നമുക്ക് സ്പെഷ്യൽ നമ്പേഴ്സിനെ പറ്റി നമുക്ക് സംസാരിക്കാം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. മിക്ക ക്വസ്റ്റ്യൻസിലും ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ള കാരണമെന്ന് പറയുമ്പം ഇത് പല ക്വസ്റ്റ്യൻസിലും നമുക്ക് ഇതേപോലത്തെ കുറച്ച് നമ്പേഴ്സ് വരും. ആ നമ്പേഴ്സ് നമുക്കപ്പോൾ പ്രൈം നമ്പേഴ്സാണെന്ന് നമുക്ക് തോന്നിപ്പോവും. അപ്പോൾ അതൊരു പ്രൈം നമ്പർ അല്ല. അപ്പോൾ അതിന് നമുക്കൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മളത് ചെയ്ത് നോക്കണം. അത് നമുക്ക് പഠിച്ചിരുന്ന ഓർമ്മയുണ്ടെങ്കിൽ അത് പെട്ടെന്ന് എടുത്ത് എഴുതാൻ പറ്റും. എന്ന് പറയുമ്പം നിങ്ങൾ കുറേ ഇരുന്ന് പഠിച്ചാലേ, കുറേ ചെയ്ത് പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഏതൊക്കെയാണ് സ്പെഷ്യൽ നമ്പേഴ്സ് എന്ന്. അപ്പം എനിക്കറിയാനുള്ള കുറച്ച് സ്പെഷ്യൽ നമ്പേഴ്സിന് ഞാൻ പറഞ്ഞുതരാം. ഇനിയുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ നമ്പേഴ്സ് ഞാൻ നോട്ട് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ അതും കൂടി നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. സോ ഇമ്പോർട്ടൻറ്റ് സ്പെഷ്യൽ നമ്പേഴ്സ് ഏതൊക്കെയെന്ന് നോക്കാം. സോ ആദ്യത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെ 997 എന്താണ്? ലാർജസ്റ്റ് ത്രീ ഡിജിറ്റ് പ്രൈം നമ്പറാണ്. ലാർജസ്റ്റ് 3 ഡിജിറ്റ് പ്രൈം നമ്പറാണ്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രൈം നമ്പേഴ്സിൻ്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. 997 നമ്മളെ ലാർജസ്റ്റ് 3 ഡിജിറ്റ് പ്രൈം നമ്പർ. സോ 1001 ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പെഷ്യൽ നമ്പർ ഓർക്കണമുണ്ടോ? ഇതെന്തായിരുന്നു? ഇതെന്ന് പറയുമ്പം നമ്മളെ കൺസിക്യൂട്ടീവ് പ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിളാണ്. 7, 11, 13 അല്ലേ? സോ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. സോ അടുത്ത നമ്മളെ സ്പെഷ്യൽ നമ്പർ എന്ന് പറയുമ്പോൾ 1003 നിങ്ങൾക്ക് അറിയാമല്ലോ. 1003 കാണുമ്പോൾ തന്നെ മിക്കവരും പ്രൈം നമ്പറാണെന്ന് എഴുതി വയ്ക്കും. എന്നാൽ അതൊരു ഭയങ്കര മണ്ടത്തരമുള്ള ഒരു കാര്യമാണ്. 1003 ഒരു പ്രൈം നമ്പർ അല്ല. കാരണം എന്ന് പറയുമ്പോൾ 1003 എന്ന് പറയുമ്പം ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 17. അത് മൾട്ടിപ്പിൾ എത്രയെന്നും കൂടി പഠിക്കണം. 17 × 59. ഇതെന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. കാരണം മിക്ക ക്വസ്റ്റ്യൻസിൽ ഞാൻ ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാണ്, ഫൈൻഡ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടർ ഓഫ് 1003 എന്നൊരു ക്വസ്റ്റ്യൻ വരാണ്. അപ്പോൾ നിങ്ങൾ എന്തോ ചെയ്യും? നിങ്ങൾ നേരെ പ്രൈം നമ്പേഴ്സ് അല്ലേ എടുക്കേണ്ടത്. നിങ്ങൾ ആദ്യം 2 വെച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 3 വെച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ നിങ്ങൾ നല്ല കൺഫ്യൂസ്ഡ് ആവും. അപ്പോഴതിനെക്കാട്ടി നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇതാണ്ട് 1003 എന്ന് പറയുന്നത് 17 വെച്ചാണെങ്കിൽ 59. സോ 17 × 59. അപ്പോൾ എത്രയാണ് നമ്മളെ ഫാക്ടേഴ്സ്? 11 + 1 + 1 1 + 1 2 × 2 4 ആയിരിക്കും നമ്മളെ ഫാക്ടേഴ്സ്, ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് അല്ലേ? സോ ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ്, സ്പെഷ്യൽ നമ്പേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ് എക്സാമിന് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി. സോ എന്തുകൊണ്ട് നിങ്ങളിത് പഠിച്ചു വെക്കേണ്ടതാണ്. അടുത്തത് 1007. ഇതും മിക്കവരും പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞ് എഴുതി വയ്ക്കും. ഞാനാണെങ്കിൽ പോലും പണ്ട് പ്രൈം നമ്പേഴ്സ് ആണെന്ന് എഴുതി വെച്ച സമയങ്ങളുണ്ട്. സോ എന്നാൽ അത് അങ്ങനെയല്ല, മനസ്സിലായോ? അതെന്ന് പറയുമ്പം മൾട്ടിപ്പിൾ ഓഫ് 19 ആണ്. അപ്പോൾ 19 ആണെങ്കിൽ 19 × 53 ആണ്. മനസ്സിലായോ? ഇതും പഠിച്ചു വെക്കേണ്ടതാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മിക്ക ക്വസ്റ്റ്യൻസിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇങ്ങനത്തെ 1007 ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടർ അല്ലെങ്കിൽ പ്രൈം ഫാക്ടറൈസേഷൻ ഒക്കെ ചോദിക്കുന്നത്. ദെൻ ലാസ്റ്റ്ലി ഇത് 15001 എന്ന് ചോദിക്കും. അപ്പോൾ മിക്കവരും എന്തോ അത് പ്രൈം ഫാക്ടർ എന്ന് പറഞ്ഞ് എഴുതി വയ്ക്കും. എന്നാൽ അത് തെറ്റാണ്. 73 × 137 15001. നിങ്ങളൊരു നോക്കിയാൽ മതി. 73 തല തിരിച്ചിട്ടാൽ 137 എന്ന് വിചാരിച്ചാൽ മതി. ഞാൻ അങ്ങനെയാണ് ഓർത്തിരിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. മനസ്സിലായോ? ഇത് ഇത്രയും നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം. ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ നോട്ടായിട്ട് എഴുതി വെച്ചോ കേട്ടോ. അടുത്ത നമ്മൾ സ്പെഷ്യൽ നമ്പേഴ്സ് പറയാം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതങ്ങ് എഴുതിക്കോളണം നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ. ഇപ്പോൾ നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഫൈൻഡ് ദി പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 1007. അപ്പോൾ നിങ്ങൾ എന്തോ ചെയ്യും? അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആവും. അറിയാനുള്ള ആളാണെങ്കിൽ എത്ര? 19 × 53. ഉടനെ അവരെഴുതിയല്ല പ്രൈം ഫാക്ടറൈസേഷൻ എഴുതി വെച്ച്. സോ ഇത്രയും ഈസിയാണ്. സോ നിങ്ങൾ ഇത് എന്തായാലും പഠിക്കണം.
ഇപ്പോഴൊരു ക്വസ്റ്റ്യൻ വരാണ്. ഫൈൻ ദി സം ഓഫ് ഓൾ ഫാക്ടേഴ്സ് ഓഫ് 15001. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അറിയാനുള്ള ഒരാളാണെങ്കിൽ നേരെ എന്തോ ചെയ്യും? 1501 എന്ന് പറയുമ്പം എത്രയാണ്? 73 × 137. എങ്ങനെയാണ് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് സം ഓഫ് ദി ഫാക്ടേഴ്സ് പഠിച്ചത്? അറിഞ്ഞുകൂടാത്തവർ കഴിഞ്ഞ വീഡിയോ നോക്കേണ്ടതാണ്. ആ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 7⁻0 + 73⁻1 × 137⁻0 + 1 താഴെ എഴുതാം നമുക്ക്, പ്ലസ് 137⁻1. അപ്പോൾ എത്രയാണ്? 1 + 73 × 1 + 137. അപ്പോൾ എത്രയാണ്? 74 × 138. അപ്പം നമുക്ക് എത്ര? 15212 അല്ലേ കിട്ടണത്? സോ ഇതായിരിക്കും നമ്മുടെ ആൻസർ. സോ ഇത് നമ്മൾ ചെയ്ത് ഈ കാൽക്കുലേഷൻ എല്ലാം പക്കയാക്കേണ്ടതാണ്. സോ ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാണ്. വിച്ച് ഈസ് ദി ലാർജസ്റ്റ് 4-digit പ്രൈം നമ്പർ എന്ന് പറഞ്ഞത്? 9973, 9987, 9991, 9997. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ. അപ്പം നിങ്ങൾ ഇതെങ്ങനെ എഴുതും? സോ നമുക്ക് ആദ്യം ബി ഓപ്ഷൻ എടുത്ത് നോക്കാം. ബി ഓപ്ഷനും എല്ലാ ഓപ്ഷനും എടുക്കാം. എല്ലാ ഓപ്ഷനും ഇത് 2-ൽ പോവോ? ഇല്ല. അടുത്ത നമുക്ക് ഇത് 3-ൽ പോകുമെന്ന് നോക്കാം. 9, 18, 25, 28 പോകില്ല. ദെൻ 18, 26, 33. ഇതിൻ്റെ സം എത്രയാണ്? 33. 9 അവരുണ്ട്. സോ 9 + 9 + 8 + 7 എത്ര? 33 അല്ലേ? 18, 26, 33. 33 എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 3. സോ അപ്പോൾ എന്താണ്? ഇതൊരു പ്രൈം ഫാക്ടർ അല്ല. സോ അടുത്ത് 997 എന്ന് പറയുമ്പോൾ എത്രയാണ്? 13 × 1 769. ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചതെന്ന് പറയുമ്പോൾ നമുക്കിത് ചെയ്ത് പ്രാക്ടീസ്ഡ് ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇത് 13-ൻ്റെ ആണെന്ന് മനസ്സിലായത്. സോ അതെങ്ങനെയെന്ന് പറയുമ്പോൾ 997 ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 13 എങ്ങനെയാണ് ചെയ്യണത്? അറിഞ്ഞുകൂടാത്തവർ നമ്മളെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. 9997 എന്നൊരു നമ്പർ എടുത്തിട്ട് അത് 13-ൻ്റെ മൾട്ടിപ്പിൾ ആണോ അല്ലെങ്കിൽ 13 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നമ്മൾ എങ്ങനെ നോക്കും? നമ്മൾ 7 ഉണ്ടല്ലോ, 7 × 4 എത്രയാണ്? 28 എന്ന് പറയുമ്പം ഈ ലാസ്റ്റ് ഡിജിറ്റിനെ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം 999 + 28 എന്ന് പറയും. അപ്പം 7, 1, 2, 10, then 1027 എന്ന് കിട്ടും. അപ്പം ലാസ്റ്റത്തെ ഈ ഡിജിറ്റ് എടുത്തുന്നു, അതിൻ്റെ × 4 ചെയ്യുന്നു. 4 × 7 എത്രയാണ്? 28. സോ വീണ്ടും 28 കിട്ടുന്നു. ഈ ഒരു നമ്പർ പോയിട്ട് ബാക്കിയുള്ള നമ്പർ എന്ന് പറയുമ്പം 102 + 28 എന്ന് പറയുമ്പം 10, 3, 1 130. 130 എന്ന് പറഞ്ഞാൽ അതൊരു മൾട്ടിപ്പിൾ ബൈ 13 അല്ലേ? സോ ഇങ്ങനെയാണ് നമ്മളൊരു ഡിവിസിബിലിറ്റി റൂൾ കണ്ടുപിടിക്കണം. അപ്പോൾ 13 ഡിവിസിബിൾ ബൈ 13 അല്ലേ? 13 ആണ്. അപ്പോൾ അതൊരു പ്രൈം നമ്പർ അല്ല. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യമാണ്, ഒരു സ്പെഷ്യൽ നമ്പറാണ് 9991 എന്ന് പറയുന്നത്. അത് എത്രയാണെന്ന് അറിയാമോ? അത് 97 × 1003 ആണ്. മനസ്സിലായോ? 97 × 1003 ആണ് 991 എന്ന് പറഞ്ഞ് കിട്ടുന്നത്. സോ നമ്മൾ അപ്പം ഇത് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ നമ്പറാണ് 991. 9991 എന്ന് പറയുമ്പോൾ 9997 എന്ന് 1 എന്ന് പറയണത് എത്രയാണ്? 97 × 103. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. സോ നമ്മളെ ആൻസർ എന്താണ്? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 9973 ആണ് നമ്മുടെ ആൻസർ. നമ്മളിപ്പം ഒരു പ്രൈം നമ്പർ ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഇത് 2-ൻ്റെ ആണോ 3-ൻ്റെ ടേബിളിലാണോ 7-ൻ്റെ ടേബിളിൽ വരോ 9-ൻ്റെ ടേബിളിൽ വരോ 11-ൻ്റെ വരോ 13-ൻ്റെ വരോ 17-ൽ വരോ, അങ്ങനെ നമ്മൾ അതിൻ്റെ ഡിവിസിബിലിറ്റി റൂൾ അറിഞ്ഞിരിക്കണം. ആദ്യം അത് ചെയ്തു നോക്കണം. എന്നിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഇതേപോലത്തെ സ്പെഷ്യൽ നമ്പേഴ്സ് വരികയാണെങ്കിൽ നമുക്ക് ആദ്യമേ അറിഞ്ഞിരിക്കണം. 97 × 103, ദെൻ
1003 എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം എത്രയാണ് 17 × 59 അതേപോലെ 1007 എന്ന് പറയുമ്പോൾ എന്തോന്നായിരിക്കും 19 × 53 എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അപ്പം നമുക്ക് പെട്ടെന്ന് നമുക്ക് ഓർത്തെടുത്ത് പറയാൻ പറ്റണം, മനസ്സിലായോ? അപ്പോൾ അല്ലാതെ ഈ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കില്ല. മിക്ക ആളുകളും ഇതും ഒക്കെ ഒരു പ്രൈം നമ്പർ ആണെന്ന് ആദ്യമേ എടുത്ത് എഴുതി വെക്കും ഇതും. സോ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ പഠിച്ച് ഇതെല്ലാം തലയിലിരിക്കുള്ളൂ. ബട്ട് ഞാൻ പറഞ്ഞു തരണ ഈ പ്രൈം സ്പെഷ്യൽ നമ്പേഴ്സ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്.